കൊടുവള്ളി നഗരസഭ പരമ്പത്തുകാവ് ഡിവിഷൻ കൗൺസിലർ ഇളങ്ങോട്ടിൽ ഹസീനയുടെ വികസന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്. സീനത്താത്ത വന്നതിന് ശേഷം ഈ അംഗൻവാടിക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള ഓരോ കാര്യങ്ങളും അത് വളരെ ശ്രദ്ധാപൂർവം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഇതേവരെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ കുടിവെള്ളത്തിന് വേണ്ടി ഒരുപാട് വന്ന ആളുകളോടൊക്കെ പറയുകയും അതിനുശേഷം സീനത്താത്ത വന്നതിന് ശേഷം കുടിവെള്ളം എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് എത്തിച്ചേരുകയും അതോടൊപ്പം തന്നെ അംഗൻവാടിയുടെ വിപുലമായ കാര്യങ്ങളൊക്കെ ഈ കാർഡിലാക്കുകയും പിന്നെ ആവശ്യപ്പെട്ടത് പ്രകാരം ഒരു ഗേറ്റ് ഒന്നും ഇതിനില്ലായിരുന്നു. കുട്ടികളുടെ സുരക്ഷിതത്വം ഓർത്തുകൊണ്ട് അത് കുട്ടികളെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുണ്ട്. ഒരു ഗേറ്റ് വെക്കുകയും പിന്നെ അടുക്കള പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അടുക്കള ഞങ്ങൾക്ക് ഉപയോഗപ്രദമാക്കി തന്നു. എല്ലാം കൊണ്ടും സീനത്താത്തയുടെ ഈ മുന്നേറ്റം ഞങ്ങൾക്ക് ഇനിയും തുടർന്ന് കിട്ടാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. നമ്മുടെ വാർഡിൽ ഈ കൗൺസിലർ വന്നപ്പം വലിയ വികസനം ഉണ്ടായിരിക്കുന്നത്. വെള്ളം കൂടി, റോഡ്, എല്ലാ കാര്യത്തിലും വികസനം കുറേ കൂടുതലധികം ഉണ്ടായിരിക്കുകയാണ് കഴിഞ്ഞ കാലത്തേക്കാണ്. ഇപ്പോഴും പലതും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ പുതിയത് നടന്നിരിക്കണം. നമ്മളെ പരമ്പത്തുകാവ് ഡിവിഷനിൽ ഈ 5 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് മെമ്പറാൽ കഴിയുന്ന എല്ലാ സഹായവും ഈ പരമ്പത്തുകാവ് ഡിവിഷനിൽ മുനിസിപ്പാലിറ്റി പാസ്സാക്കിയ എല്ലാ കാര്യങ്ങളും എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ സന്തോഷത്തോടുകൂടി എല്ലാവരും അത് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. റോഡുകളാണെങ്കിലും ചെറിയ കോലത്തിൽ ഏതെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പല കോലത്തിലും നികത്തിയിട്ടുണ്ട്. പിന്നെ കൃഷി വിതരണം മറ്റുള്ളത് എല്ലാം അവരുടെ വാട്സപ്പ് കൂടെ അവർ വിവരം അറിയിക്കും. ഇനി ഇപ്പോൾ ഇതാക്കുന്ന വയോജനങ്ങൾക്കുള്ള ഇത് കൊടുക്കുകയാണ്. അങ്ങനെ പദ്ധതി കൊണ്ടുപോകുന്ന പദ്ധതികൾ മുനിസിപ്പാലിറ്റി എന്തൊക്കെ പദ്ധതി കൊണ്ടുണ്ടോ അതെല്ലാം തന്നെ പിന്നെ നമ്മളെ മെമ്പർ വളരെ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വെള്ളത്തിന് ഒരുപാട് കഷ്ടപ്പെട്ടിനി ഞങ്ങൾ ഈ ഭാഗമുള്ളവരൊക്കെ. സീനത്താത്ത വന്നവരെയാണ് ഞങ്ങൾക്ക് വെള്ളത്തിന് വെള്ളത്തിൻ്റെ ഇത് വന്നത്. ഞങ്ങൾക്ക് അതിനാലാണ് വെള്ളത്തിൻ്റെ ക്ഷാമം കുറഞ്ഞത്. 2ാമത്തെ പദ്ധതി വരുന്നുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന സീനത്താത്ത വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് സീനത്താത്താണ് ഞങ്ങളെ മെമ്പർ. പക്ഷെ സീനത്താത്തൻ കൂടെ തൊഴിലുറപ്പുകാരായ ഞങ്ങൾക്ക് നല്ല കാര്യങ്ങളാണ് ഉണ്ടായത്. ഈ 5 വർഷം കൊണ്ട് സീനത്താത്ത ഇറങ്ങാനായി ആ ഒരു വിഷമം കൂടി ഞങ്ങൾക്കുണ്ട്. അത്രക്കും നല്ല നല്ല ഓരോരോ കാര്യങ്ങളും ഞങ്ങൾക്ക് ഓരോരോ പ്രാവശ്യം സീനത്താത്ത ചെയ്തു തരുന്നുണ്ട്. പിന്നെ പണീൻ്റെതാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇതാക്കി തരലുണ്ട് സീനത്താത്ത. മുനിസിപ്പാലിറ്റിന്ന് എന്താ വേണ്ടിയെന്ന് വെച്ചാൽ അതേ രീതിയിലാക്കി തരുന്ന ഒരാളാണ് സീനത്താത്ത. ഇവിടുത്തെ ഡിവിഷൻ കൗൺസിലർ ശ്രീമതി ഹസീന ഇളങ്ങോട്ടിലാണ്. ഇപ്പോൾ 5 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. നമുക്ക് പ്രധാനമായും നമ്മുടെ സ്കൂളിൻ്റെ അടുത്തൂടെയുള്ള തോട്ടുവരമ്പിൽ വലിയ പ്രയാസമായിരുന്നു ഇവിടുത്തെ നാട്ടുകാർക്കും അതുപോലെ ഹൈസ്കൂൾ പഠിക്കുന്ന 19ഓളം കുട്ടികൾക്കും ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ നടന്നു പോകാൻ. അപ്പോൾ അവർ നല്ലൊരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ നടവരമ്പ് നല്ല രീതിയിൽ തന്നെ പണി തീർത്തു തന്നത് വളരെ നല്ല പ്രയോജനമാണ് ഇവിടെ നാട്ടുകാർക്കും കുട്ടികൾക്കൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ നമ്മുടെ സ്കൂളിൻ്റെ പല പ്രവർത്തനങ്ങളിലും ഇടപെട്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രീമതി ഹസീനത്ത ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഹോസ്പിറ്റലിന് വേണ്ടി എടുത്ത സ്ഥലമാണത്. നമ്മളെ ഇളങ്ങോട്ടിൽ ഹസീന വന്നതിന് ശേഷമാണ് ഈ സ്ഥലം ഇവിടെ ആയി കിട്ടിയത്. അപ്പോൾ നാട്ടിലെല്ലാ ജനങ്ങൾക്കൊരു ഭയങ്കര ഉപകാരമാണ്. ഈ മെമ്പർ ഈ കാര്യത്തിൽ പ്രവർത്തിച്ചതിൽ നമുക്ക് ഭയങ്കര ഒരു ഉപകാരമുണ്ട്. എൻ്റെ മോക്ക് കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്തതാണ്. പിന്നെ 8 വർഷമായി ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലേനു. കഴിഞ്ഞ വർഷം ഞാൻ കുറെ നടന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടിയത്. കഴിഞ്ഞ വർഷം നല്ല സഹകരണമാണ് എല്ലാവരും ഉണ്ടായത്. അവിടെ പോയി ഞങ്ങൾക്കൊരു ഇതുണ്ട്, ഉത്തരവുണ്ടായിരുന്നു. ആ ഉത്തരവും കൊണ്ട് ചെയർമാൻ്റെ അടുത്ത് ചെന്ന സമയത്ത് ചെയർമാൻ പറഞ്ഞ് നമ്മൾ നോക്കാന്ന് പറഞ്ഞു. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയർമാനോട് പറഞ്ഞ സമയത്ത് അടുത്ത വർഷത്തെ ഫണ്ട് വെക്കാന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഫണ്ട് വെച്ച് തന്ന് ഞങ്ങൾക്ക് 3.5 ലക്ഷം റുപ്യൻ്റെ ഫണ്ട്. ഞങ്ങൾ 7 ആൾക്കാരുണ്ട് ഞങ്ങളെ ഏരിയയിൽ.
ആക്കും 50,000 രൂപ വെച്ചിട്ട് 3.5 ലക്ഷം രൂപ ഫണ്ട് വെച്ചിരിക്കുന്നു. പിന്നെ ഇത് മോളിന് വെള്ളം ചാടിയിട്ട് മലിന്റെ മോളിന് വെള്ളം ചാടി റോഡൊക്കെ പറ്റ ക്ഷീണാഞ്ഞു. ശരി. അപ്പൊ കോൺക്രീറ്റ് ചെയ്താലാ ഉഷാറാക്കി നടന്നു പോകാനുള്ള നടന്നു പോകാനും വണ്ടി പോകാനൊക്കെ ഉഷാറാണ്.